ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ്. അപ്പോൾ ഉണ്ണിയേട്ടൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പം നമ്മൾ അതിനുള്ള ഒരു ഷർട്ട് വാങ്ങാൻ പോവുകയാണ്. നമ്മൾ ഹാമ്പറാണ് കൊടുക്കുന്നത് ഉണ്ണിയേട്ടന്. അപ്പോൾ ഉണ്ണിയേട്ടന് അറിയത്തില്ല കേട്ടോ, സർപ്രൈസ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഹാമ്പറിനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് വെക്കാനുള്ള ഷർട്ട് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ വാങ്ങാമെന്നാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. വേറെ ആരുമല്ല, എൻ്റെ ഫ്രണ്ടാണ് ഹാമ്പർ സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ വാങ്ങിക്കോളാം ഷർട്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പം ഞാനും എൻ്റെ നാത്തൂനും കൂടിയാണ് ഷർട്ട് വാങ്ങാൻ പോകുന്നത്. ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇറങ്ങാൻ വേണ്ടിയില്ല ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പോണ വഴി കാണാം, വീട്ടിലേക്ക് പോകാം. നമ്മളിതാ സുരഭിയിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് വാങ്ങാമെന്നാണ് വിചാരിച്ചത്. ഉണ്ണിമോളും ഞാനും ഇവിടേക്കാണ് വന്നത്. ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ എങ്ങോട്ടേയും പോകണം. അതിവിടെ കയറി നോക്കാതിരിച്ചിട്ട് നമ്മൾ കയറി നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ ആകെ ഒരു ഷോപ്പിലേ കയറിയിട്ടുള്ളൂ കേട്ടോ. അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടി. പക്ഷെ കുറച്ച് നേരം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, കുറച്ച് ഷർട്ട്സും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പം നമ്മൾ സെലക്ട് ചെയ്തത് ഈ ഒരു കൂട്ടത്തിലുള്ള ഷർട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും ഏതാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെന്ന്. പിന്നെ എന്താ പറയുക, നാളെയാണ് ഉണ്ണിയേട്ടൻ്റെ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ നമ്മളതൊക്കെ വാങ്ങിക്കഴിഞ്ഞ് പോവുകയാണ്. പിന്നെ നമ്മളൊരു പെർഫ്യൂമും കൂടി വാങ്ങിയിട്ടുണ്ട്. അതൊന്നും ഞാൻ അതിലെടുത്തിട്ടില്ല, അത് വാങ്ങിയിട്ടുണ്ട്. അപ്പം ഉണ്ണിയേട്ടന് അറിയില്ല നമ്മളിത് വാങ്ങാൻ വന്നതാണെന്നൊന്നും ഉണ്ണിയേട്ടനും അറിയത്തില്ല. അപ്പോൾ നാളെ നൈറ്റാണ് കേക്ക് കട്ടിങ് കാര്യങ്ങൾ. എനിക്കിന്ന് വർക്ക് ഉണ്ടായിരുന്നു. വർക്ക് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് വരിക കേട്ടോ. അപ്പോൾ ഉണ്ണിയേട്ടൻ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, കാരണം എൻ്റെ കയ്യിൽ ഹാമ്പർ ഉണ്ട്. അപ്പോൾ ഞാൻ ഓഫീസിലേക്കാണ് അവൾ കൊണ്ടുതരിക. ഓഫീസിൽ വരുമ്പം കൊണ്ടുതരിക ചെയ്യുക. അങ്ങനെ ഞങ്ങൾ എന്നെ പിക്ക് ചെയ്ത് ഞാൻ രാമനാട്ടുകരയിലേക്ക് എത്തി. അവിടെ നിന്ന് എന്നെ കൂട്ടി നമ്മളിതാ ചാലയും ബീച്ചിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും അമ്മയും ഉണ്ണിമോളും ഉണ്ണിയേട്ടനും പിന്നെ ഉണ്ണിമോളെ ഹസ്ബൻഡ് ഉണ്ട് ജിതിനേട്ടൻ ഇപ്പം നാട്ടിലേക്ക് വന്നിട്ടുള്ളതാണ്. കുവൈറ്റിലായിരുന്നു, അപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഈ ഒരു കാറിലാണ് പോകുന്നത്. ബാക്കിൽ അച്ഛനും ഏട്ടനും കേക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ ഹാമ്പർ കാണാതെ കേക്ക് കട്ട് ചെയ്യുന്നിടത്ത് എത്തിക്കുന്നതാണ് ടാസ്ക്. കാരണം വലിയ സാധനമാണ്, പെട്ടെന്ന് തന്നെ കണ്ണിൽ വിടും. അപ്പം നമ്മളത് കാണാണ്ട് കൊണ്ടുപോകുന്നത് വലിയൊരു ടാസ്ക്കാണ്. അപ്പം ഏകദേശം ബീച്ച് എത്താനായിട്ടുണ്ട്. പിന്നെ ഉണ്ണിയേട്ടനറിയാം എന്തായാലും കേക്ക് കട്ട് ചെയ്യും എന്നറിയാം. കാരണം എല്ലാ പ്രാവശ്യം ചെയ്യുന്നത് കൊണ്ട് അതെന്തായാലും അറിയാം, കേക്ക് കട്ടിങ് എന്തായാലും ഉണ്ടാവും എന്നറിയാം. അപ്പം നമ്മൾ വണ്ടി പാർക്കൊക്കെ ചെയ്തു. നമ്മളിത് ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ബീച്ചിൻ്റെ എൻട്രിയാണിത്. അപ്പോൾ നമ്മൾ അവിടേക്ക് കയറുകയാണ് കേട്ടോ. ഉണ്ണിമോളാണ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഉണ്ണിയേട്ടനും ജിതിനേട്ടനും ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അവർ പൊക്കോട്ടേന്ന് നമ്മളും ചിന്തിച്ചു. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇന്നലെ ഈ ഒരു ഹാമ്പറായിട്ട് അവിടെ എത്താൻ പറ്റുള്ളൂ. പിന്നെ ഞാനും അമ്മയും ഉണ്ണിമോളും ബാക്കിൽ പോകുന്നുണ്ട്. അവരെവിടെയോ എത്തി മുന്നിൽ പോവുകയാണ്. അപ്പം നല്ല രസമുണ്ട്. നൈറ്റ് ആയതുകൊണ്ട് തിരക്കുണ്ട്, പക്ഷെ നല്ല വലിയ കാര്യപ്പെട്ട തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇട ദിവസം ആയതുകൊണ്ടായിരിക്കും തിരക്കില്ലാത്തത്. എന്നാലും ഇപ്പം അടുത്താണ് ഇതിൻ്റെ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട്. ഇതാണ് കേട്ടോ ജിതിനേട്ടൻ, ഉണ്ണിമോളെ ഹസ്ബൻഡാണ്. പിന്നെ നമ്മൾ ഗ്രീൻ പീസും കടിക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളതൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഏട്ടനും അച്ഛനൊക്കെ വന്നു. പിന്നെ ഇനിയിപ്പം അവരും കൂടി ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളിനി കേക്ക് കട്ട് ചെയ്യാനുള്ളത് പോകും. കാരണം കേക്ക് കട്ട് ചെയ്യുന്ന ഒരു സ്ഥലം കണ്ടെത്തണം. കാരണം ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം അതിനായിട്ടൊരു സ്ഥലം കണ്ടെത്തണം. അപ്പോൾ ഉണ്ണിമോൾ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നല്ല പരാതിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നല്ല തട്ടുന്നുമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഉണ്ണിമോളും ഏട്ടനും കൂടി പോയി നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടോ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഉണ്ണിയേട്ടനും ജിതിനേട്ടനാണ് മുന്നിൽ നടക്കുന്നത്. ഞാനും അമ്മയും അച്ഛനും അതിൻ്റെ ബാക്കിൽ വരുന്നുണ്ട്. പിന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളിപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ല സ്ഥലമൊക്കെ ആയിരുന്നു, തിരക്ക് കുറവുള്ള സ്ഥലം തന്നെയാണ്. ഇതാണ് കേട്ടോ കേക്ക്, ചോക്ലേറ്റ് കേക്കാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഉണ്ണിമോളെ സജഷനായിരുന്നു ചോക്ലേറ്റ് ഓർഡർ ചെയ്യാന്നുള്ളത്. അപ്പം നമ്മൾ ചോക്ലേറ്റ് ആയിരുന്നു മേടിച്ചത്. അപ്പം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. Just as you
hopes and dreams so near and far. You're a superstar just as you are. With every step that you take, it's a memory we'll all make. Happy birthday, my dear friend. Right beside it's your day, celebrate. And life is great, oh, isn't it fate? അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതാ ഉണ്ണേട്ടന് അച്ഛനും അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഉണ്ണേട്ടനോട് ചോദിക്കുന്നുണ്ട് എന്താണെന്ന് പറയാൻ പറ്റുമോയെന്ന്. അപ്പോൾ ഉണ്ണേട്ടൻ ഗെസ് ചെയ്യുന്നുണ്ട്. ഗെസ് എന്തായാലും ശരിയായിരുന്നു. ബാഗായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഹാമ്പർ കൊടുത്തു. അപ്പോൾ ഹാമ്പർ കൊടുക്കുമ്പോൾ ഉണ്ണിമോള് പറഞ്ഞു അങ്ങനെയില്ലടോ, ഇങ്ങനെ പിടിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തല തിരിച്ച് പിടിച്ച് അങ്ങനെ ഇതാ കൊടുത്തു. അപ്പം തന്നെ ഓപ്പൺ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഉണ്ണിയേട്ടനോട് ഇപ്പോൾ ചെയ്യണോ? അപ്പോൾ ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ ഇതാ ഓപ്പൺ ചെയ്യുക കേട്ടോ. അപ്പോൾ ഉണ്ണിയേട്ടനോട് അന്ന് ഓപ്പൺ ചെയ്തോ എന്ന് പറഞ്ഞത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയേട്ടൻ സർപ്രൈസ് ആയിട്ടുണ്ട്. അപ്പോൾ അൺബോക്സ് ചെയ്തപ്പം ഉണ്ണിയേട്ടൻ സർപ്രൈസ് ആയിട്ടുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തൊന്നും ആൾ വിചാരിച്ചിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ ബാഗൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കി, പുറത്തേക്ക് എടുത്ത് നോക്കി. അങ്ങനെ ബാഗൊക്കെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഹാമ്പർ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് ഉണ്ണേട്ടൻ. എൻ്റെ ഫ്രണ്ട് ഹൈറാനി കേട്ടോ അതെനിക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. എൻ്റെ ഓഫീസിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം ഒരു ഫോട്ടോ ഫ്രെയിം എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുള്ളൊരു ഫോട്ടോ ഫ്രെയിമാണിത്. അപ്പം അത് വെച്ചിട്ട് ഫോട്ടോ ഫ്രെയിമൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പെർഫ്യൂമ് പിന്നെ ഷർട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് കുഞ്ഞാട്ടോ, ഇതവിടെയുള്ള പൂച്ചക്കുട്ടിയാണ് കുഞ്ഞ. ഷർട്ടൊക്കെ ഞാൻ തലേ ദിവസമാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ എനിക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് എന്തായാലും. പിന്നെ എന്താ പറയുക, ഹാമ്പർ കൊണ്ടെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിട്ടോ. കാരണം അമ്മേൻ്റെ കയ്യിലായിരുന്നു. അമ്മേൻ്റെ തോടും എനിക്ക് അമ്മ ഷോളിൻ്റെ ഇടയിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയായിരുന്നു, കയ്യിൽ ഷോൾഡറിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഉണ്ണിയുടെ കേക്ക് മുറിക്കുന്നവരെ കണ്ടിട്ടില്ല. പിന്നെ ജിതിനേട്ടനും ഏട്ടനും മുന്നിൽ പോവുകയാണ്, നമ്മളതിൻ്റെ ബാക്കിൽ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അവരവിടെ നിന്നോളും. അപ്പോൾ അതാ ഉണ്ണിമോൾ നടക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കുമായിരുന്നു. പിന്നെ ഞാനും ഉണ്ണിയേട്ടൻ നടക്കുന്ന വീഡിയോ അവളും എടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കാര്യമായ ചർച്ചയിലായിരുന്നു, ഗിഫ്റ്റ് ഇഷ്ടമായോ, നീ എന്നാലും സർപ്രൈസൊക്കെ ആയിട്ട് തന്നല്ലോ എന്നുള്ള ചർച്ചയിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ഞങ്ങൾ. പിന്നെ ഇതാ അമ്മയും അച്ഛനൊക്കെ നടക്കുന്നു. ഇനിയിപ്പോൾ പോണ വഴി നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനുണ്ട്. അപ്പോൾ ജിതിനേട്ടനും ഏട്ടനും ഇവിടെ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മേനെ വിളിക്കുകയാണ്. ഉണ്ണിമോളാണ് വീഡിയോ എടുക്കുന്നത്. നമ്മുടെ ഫറൂഖ് പുതിയതായിട്ട് തുറന്നതാണ് കട്ടൻസ് കേട്ടോ. അപ്പോൾ ഇവിടെ കയറാമെന്ന് വെച്ചു. അപ്പോൾ ഫറൂഖ് പുഴേൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ്. നല്ല തിരക്കായിരുന്നു കേട്ടോ. അവിടെ പാർക്കിങ്ങിനൊന്നും സ്ഥലമില്ലായിരുന്നു. അപ്പം നമ്മളോട് അടുത്ത് സെക്യൂരിറ്റി പറഞ്ഞു പാർക്കിങ്ങിനൊന്നും സ്ഥലമില്ല, ഫുള്ളാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബട്ടർ നാണും പിന്നെ പൊറാട്ടയും ബീഫും ചിക്കനുമാണ്. നമ്മൾ പെപ്പർ ചിക്കനും ബീഫ് ഫ്രൈയും ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനിങ്ങനെ ഉണ്ണിയേട്ടനൊക്കെ സംസാരിക്കുന്നത് നോക്കി ഇങ്ങനെ തൊള്ളയും കാട്ടി നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. നമ്മൾ ബീഫ് ഹാഫ് ഇനി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെ ചിക്കനും ഹാഫ് ഇനി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിക്കൻ കഴിക്കുക അമ്മയും അച്ഛനും ഉണ്ണിമോളുമാണ്. ഞങ്ങൾ 4 ആളും ബീഫായിരുന്നു. പക്ഷെ അത് ഹാഫ് ആണെന്നുണ്ടെങ്കിലും നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഫുള്ള് അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. കാരണം ഹാഫാന്ന് കണ്ടാൽ പറയത്തില്ല, നല്ല ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഫുഡാണ്, നമുക്കെല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. ഫുഡ് കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ മിൻറ്റ് ലൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയും ഉണ്ണിമോളും വാങ്ങിയിട്ടില്ല, അവർ കഴിക്കത്തില്ല, അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അവർ വാങ്ങിയില്ല. ഉണ്ണിമോൾ പിന്നെ 7up ആണ് വാങ്ങിയത്. പിന്നെ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മയ്ക്കും പാർസലൊക്കെ വാങ്ങി. അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഉണ്ണിയേട്ടനും ഞാനും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് എന്നെ ആക്കി തരാൻ വേണ്ടിയിട്ട് പോവാണ്. അവരങ്ങോട്ട് പോയി. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.